പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 സയൻസ് വിദ്യാർത്ഥികളുടെ കെമിസ്ട്രിയിൽ ഉൾപ്പെടുന്ന ഇലക്ട്രോ കെമിസ്ട്രി എന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഡിസ്കഷന്റെ ആദ്യ പാർട്ടിൽ ഇന്ന് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളും ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഘടന, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽ, ഡാനിയൽ സെൽ എന്നീ പ്രധാന ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. +2 കെമിസ്ട്രിയിൽ ഉൾപ്പെടുന്ന ഒരു മൂന്നാമത്തെ ടോപ്പിക്കാണ് ഇലക്ട്രോ കെമിസ്ട്രി. പലപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ പലപ്പോഴും നമ്മൾ പല രൂപത്തിലുള്ള ബാറ്ററീസ് ഉപയോഗിക്കുന്നു, നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നു, മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നു, ക്ലോക്കിൽ യൂസ് ചെയ്യുന്നു. അത്തരം ബാറ്ററീസിനെ നമ്മൾ പൊതുവെ ഡ്രൈ സെൽ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പല ഡിവൈസുകളിലും ഇത്തരം ബാറ്ററീസ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമുക്കാദ്യം ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് നോക്കാം. Electro chemistry is a branch of chemistry that deals with the study of relationship between electric energy and chemical changes. ഇലക്ട്രിക് എനർജിയും കെമിക്കൽ ചേഞ്ചസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി. അങ്ങനെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പൊതുവെ ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി അടുത്തൊരു ഡെഫിനിഷൻ നോക്കിയാൽ, Electrochemistry is the branch of chemistry that deals with the study of relationship between electrical energy and chemical energy and their interconversion. ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും കുറിച്ചുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ അവയുടെ ഇന്റർ കൺവേർഷനെ കുറിച്ച് പഠിക്കുന്നു. അതായത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ടും ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ടും കൺവേർട്ട് ചെയ്യുന്നു. അതിനെയാണ് ഇന്റർ കൺവേർഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഡെഫിനിഷൻ നോക്കാം. ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫോഴ്സസ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് ഈസ് കോൾഡ് ഇലക്ട്രോ കെമിസ്ട്രി. അങ്ങനെ 3 ഡെഫിനേഷൻ നമുക്ക് ലഭ്യമാണ്. ഇലക്ട്രോ കെമിസ്ട്രി ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് എനർജി ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. പലപ്പോഴും പല രാസപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പലപ്പോഴും എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ഡ്രൈ സെൽ പോലെയുള്ള സംവിധാനത്തിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രോളിസിസ് പഠിച്ചു. ഇലക്ട്രോളിസിസിൽ തിരിച്ചാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്താണ് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത്തരം റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന കെമിസ്ട്രിയുടെ ഒരു സബ്സിഡിയറി ബ്രാഞ്ച് ആണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. So electrochemistry is the branch of chemistry that deals with the relationship between electrical energy and chemical changes. ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന്. ഇനി നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് നോക്കാം. An electrochemical cell is a device that generates electrical energy from chemical reaction. കെമിക്കൽ റിയാക്ഷന്റെ ഫലമായി ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസുകളെ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കും. These devices are capable of converting chemical energy into electrical energy or vice versa. ഇത്തരം ഡിവൈസുകൾക്ക് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ടോ കൺവേർട്ട് ചെയ്യാൻ കഴിയും. So electrochemical cell is a device that generates electrical energy from chemical reaction. ഒരു റിഡോക്സ് റിയാക്ഷന്റെ ഫലമായി ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസുകളെ പൊതുവെ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കുന്നു. The chemical reaction in an electrochemical cell are redox reaction. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനെ പൊതുവെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. നമ്മൾ ഓക്സിഡേഷൻ പഠിച്ചു, റിഡക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്സിഡേഷൻ മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു. ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്ന പ്രക്രിയയാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റിഡോക്സ് റിയാക്ഷന്റെ ഫലമായി
ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസുകളെ പൊതുവെ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സെൽ എന്ന് വിളിക്കുന്നു. ഒരു സെല്ലിൽ റിഡക്ഷൻ നടക്കുന്നു, ഓക്സിഡേഷൻ നടക്കുന്നു. പൊതുവെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നമുക്ക് രണ്ട് ഹാഫ് സെല്ലായിട്ട് വിളിക്കാൻ കഴിയും. ഒരു ഹാഫ് സെല്ലിൽ ഒരു പകുതിയിൽ ഓക്സിഡേഷൻ നടക്കുന്നു, അടുത്ത ഹാഫ് സെല്ലിൽ റിഡക്ഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ എന്താണെന്ന് കണ്ടു. ലോസ് ഓഫ് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന പ്രക്രിയ, അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നു. ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യുന്ന പ്രക്രിയയാണ് റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത്തരം റിയാക്ഷൻ സൈമൾട്ടേനിയസ് ആണ്. അതായത് ഒരു സൈമൾട്ടേനിയസ് റിയാക്ഷൻ പ്രത്യേകത എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസി ഹെൽപ്പ് ചെയ്യുന്നില്ല. ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് ഇത്തരം റിഡോക്സ് റിയാക്ഷൻ നമ്മൾ സൈമൾട്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കും. അങ്ങനെ റിഡോക്സ് റിയാക്ഷന്റെ ഫലമായി കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെ നമ്മൾ പൊതുവെ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കും. ഇനി ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഘടന നോക്കിയാൽ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെയാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അവിടെ രണ്ട് ബീക്കർ ഉപയോഗിക്കുന്നു. രണ്ട് ബീക്കറിലും രണ്ട് ഇലക്ട്രോഡുകളുണ്ട്. ആ ഇലക്ട്രോഡുകൾ ഒരു ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു എക്സ്റ്റേണൽ വയർ ഉപയോഗിച്ച് ഈ രണ്ട് ബീക്കേഴ്സിനെയും കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ ഇലക്ട്രോണിന്റെ ഫ്ലോയെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ട്മീറ്റർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംവിധാനം ആ രണ്ട് ബീക്കേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്രയുമാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഒരു പൊതു ഘടന എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെൽ കൺസിസ്റ്റ് ഓഫ് എ കാഥോഡ് ആൻഡ് ആനോഡ്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു, കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നു. കാഥോഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ പോസിറ്റീവ് സൈൻ. കാഥോഡിനെ ഒരു പോസിറ്റീവ് സൈൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആനോഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ നെഗറ്റീവ് സൈൻ. കാരണം ആനോഡ് ഇലക്ട്രോണുകളെ ലിബറേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈൻ കൊണ്ട് ആനോഡിനെ ഡിനോട്ട് ചെയ്യുന്നു, പോസിറ്റീവ് സൈൻ കൊണ്ട് കാഥോഡിനെ ഡിനോട്ട് ചെയ്യുന്നു. റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ്. റിഡക്ഷൻ ആണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്സിഡേഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ആനോഡ്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. ഇലക്ട്രോൺസ് മൂവ്സ് ഇൻടു ദ കാഥോഡ്. ആനോഡിൽ നിന്നും കാഥോഡിലോട്ടാണ് ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത്. ആ ഒരു ഫിഗറിൽ ആ ഒരു ഡയറക്ഷൻ വരച്ച് കാണിച്ചിരിക്കുന്നു. സോ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ആനോഡ്. ആനോഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ നെഗറ്റീവ് സൈൻ. റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ്. കാഥോഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ പോസിറ്റീവ് സൈൻ. ഇലക്ട്രോണിന്റെ ഫ്ലോ നോക്കുക. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ്. ആനോഡിൽ നിന്നും കാഥോഡിലോട്ടാണ് ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത്. ആ ഒരു സംവിധാനത്തിൽ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് യൂട്യൂബാണ്. ജലാറ്റിൻ അല്ലെങ്കിൽ അഗാർ അഗാർ പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഒരു ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്തേക്കുന്ന ഒരു ഇൻവേർട്ടഡ് യൂട്യൂബാണ് ഈ പറയുന്ന സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും പൊതു പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്താണ് സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ? ഇപ്പോഴും പൊതുവെ രണ്ട് ഫംഗ്ഷനാണ് ഉള്ളത്. ഒന്ന്, ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. കാരണം ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യൂ. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംവിധാനം ഹെൽപ്പ് ചെയ്യും. അതിലൊരു ജെല്ല് രൂപത്തിലൊരു ഇലക്ട്രോലൈറ്റ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ജലാറ്റിൻ അല്ലെങ്കിൽ അഗാർ അഗാർ പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഒരു സെമി സോളിഡ് രൂപത്തിൽ ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്താണ് ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഒരു ഡീറ്റെയിൽസ് നോക്കാം. ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആർ മെയ്ഡ് ഓഫ് 2 ഹാഫ് സെൽസ്. ഞാൻ പറഞ്ഞ 2 ഹാഫ് സെൽ ഉണ്ട്, 2 ബീക്കർ ഉണ്ട്. ആ 2 ബീക്കറിലെ നമ്മൾ 2 ഹാഫ് സെൽ എന്ന് വിളിക്കുന്നു. സോ ഇലക്ട്രോ കെമിക്കൽ സെൽ കൺസിസ്റ്റ് ഓഫ് 2 ഹാഫ് സെൽസ്. ഈച്ച് ഹാഫ് സെൽ കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോഡ് ആൻഡ് ആൻ ഇലക്ട്രോലൈറ്റ്. ഓരോ ഹാഫ് സെല്ലിലും ഒരു ഇലക്ട്രോഡും ഒരു ഇലക്ട്രോലൈറ്റും ഉൾപ്പെടുന്നു. ആ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഇപ്പോഴും സിങ്ക് റോഡ് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റിനകത്തായിരിക്കും ഡിപ്പ് ചെയ്ത് വെച്ചത്.
അങ്ങനെ ഇലക്ട്രോണും ഇലക്ട്രോലൈറ്റും ഉൾപ്പെടുന്ന രണ്ട് ഹാഫ് സെല്ലാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിലുള്ളത്. ഒരു ഹാഫ് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്നു, അടുത്ത ഹാഫ് സെല്ലിൽ റിഡക്ഷൻ നടക്കുന്നു. The electrons are generated due to oxidation. ഇലക്ട്രോണുകൾ ഓക്സിഡേഷൻ ഫലമായി ജനറേറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നു. ആ ഇലക്ട്രോണുകളുടെ മൂവ്മെന്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ രണ്ട് ഹാഫ് സെൽ ഉൾപ്പെടുന്നു. സോ an electrochemical cell is made up of two half cells. രണ്ട് ഹാഫ് സെൽ ഉണ്ട്. Each half cell consists of an electrode dipped in an electrolyte. ഇനിയും ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ there are two types of electrochemical cell. ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ നമുക്ക് പൊതുവെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെൽ എന്ന് വിളിക്കുന്നു. രണ്ട് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് വിളിക്കുന്നു. സോ ഇലക്ട്രോകെമിക്കൽ സെൽ ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. ഇലക്ട്രോകെമിക്കൽ സെല്ലുകളെ പൊതുവെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെൽ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ രണ്ട് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ട് ഡിവൈസുകളാണെന്ന് ഓർക്കുക. ഇനി ഗാൽവാനിക് സെൽ എന്താണെന്ന് നോക്കാം. എ ഗാൽവാനിക് സെൽ ഈസ് an electrochemical cell which converts chemical energy into electrical energy. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലാണ് ഈ പറയുന്ന ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ല് നോക്കുക. ഇലക്ട്രോലൈറ്റിക് സെൽ ഈസ് an electrochemical cell which converts electrical energy into chemical energy. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് വിളിക്കുന്നു. നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രക്രിയ കണ്ടു. ഇലക്ട്രോളിസിസ് പോലെയുള്ള പ്രക്രിയയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റിക് സെല്ലുകളാണെന്ന് പറയാൻ കഴിയും. സോ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗാൽവാനിക് സെൽ ആൻഡ് ഇലക്ട്രോലൈറ്റിക് സെൽ മനസ്സിലാക്കി വെക്കുക. ഒരു ഗാൽവാനിക് സെല്ലിൽ ചെയ്യുന്നത് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു ഗാൽവാനിക് സെല്ലിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്. കാരണം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് നോൺ സ്പോണ്ടേനിയസ് ആണ്. കാരണം ഇലക്ട്രിക്കൽ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ റിയാക്ഷൻ നടക്കൂ. ആ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ റിയാക്ഷനും സ്റ്റോപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ഗാൽവാനിക് സെല്ലിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസും ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് നോൺ സ്പോണ്ടേനിയസ് ആണ്. കാരണം ഇറ്റ് നീഡ്സ് ആൻ എക്സ്റ്റേണൽ എനർജി സോഴ്സ്. ഇനി അടുത്തൊരു രണ്ട് പ്രധാന ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. EMF എന്ന് പറയുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സും അതുപോലെ തന്നെ സെൽ പൊട്ടൻഷ്യൽ എന്ന രണ്ട് പ്രധാന ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഒരു സെല്ല് പഠിച്ചപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ രണ്ട് ഹാഫ് സെൽ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഹാഫ് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്നു, ഒരു ഹാഫ് സെല്ലിൽ റിഡക്ഷൻ നടക്കുന്നു. അത്തരം റിയാക്ഷനെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ് ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ രണ്ട് ഹാഫ് സെൽ തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ് ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നമ്മൾ കൊണ്ട് രണ്ട് ഹാഫ് സെൽ ഉണ്ടെന്ന് പറഞ്ഞു. റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് രണ്ട് ഹാഫ് സെല്ലാണ് ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോകെമിക്കൽ സെല്ലിലെ ഈ രണ്ട് ഹാഫ് സെൽ തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇ സെൽ എന്ന് വിളിക്കും. ഇ സെൽ കണ്ടുപിടിക്കുന്നത് ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് എന്നാണ്. സോ ഇ സെൽ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ഹാഫ് സെൽ ആൻഡ് ലെഫ്റ്റ് ഹാഫ് സെൽ. അത് മെഷർ ചെയ്യുന്ന വോൾട്ടിലാണ്. അങ്ങനെ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ് സെൽ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത്. സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ് ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിലെ രണ്ട് ഹാഫ് സെൽ തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്
ഇ സെൽ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ വോൾട്ടിലാണ് മെഷർ ചെയ്യുന്നത്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് വ്യത്യസ്തമായ ടേമുകൾ മനസ്സിലാക്കുക. ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. എന്നാൽ രണ്ട് ഹാഫ് സെൽ തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഡാനിയൽ സെൽ എന്ന് പറയുന്ന സംവിധാനം നോക്കാം. A Daniel cell is an example of a galvanic cell. ഒരു ഗാൽവാനിക് സെൽ എന്ന് പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. A Daniel cell converts chemical energy into electrical energy. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ഫ്ലോ നോക്കുക. ദ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം സിങ്ക് റോഡ് ടു കോപ്പർ. സിങ്ക് റോഡിൽ നിന്നും കോപ്പറിലോട്ടാണ് ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുന്നത്. അവിടെ ആ ഒരു ഫിഗറിൽ നോക്കിയാൽ നമുക്കറിയാം രണ്ട് ബീക്കർ ഉണ്ട്. ആ രണ്ട് ബീക്കറിലും ഒരു ഇലക്ട്രോഡ് ഒരു ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു എക്സ്റ്റേണൽ വയർ ഉപയോഗിച്ച് ആനോഡിനെയും കാഥോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഈ ഒരു ഇലക്ട്രോണിന്റെ ഫ്ലോയെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ട്മീറ്ററോ അല്ലെങ്കിൽ ഗാൽവനോമീറ്ററോ യൂസ് ചെയ്യുന്നു. ഈ രണ്ട് സംവിധാനങ്ങളും തമ്മിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചും കണക്ട് ചെയ്യുന്നു. ഈ ഒരു ഡിവൈസ് ആണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഡാനിയൽ സെൽ ഒരു ഗാൽവാനിക് സെല്ലാണ്. കാരണം കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഡാനിയൽ സെൽ. അതിൽ രണ്ട് ഹാഫ് സെല്ലുണ്ട്, റൈറ്റും ലെഫ്റ്റും. ആനോഡ് നോക്കിയാൽ ആനോഡിനകത്ത് സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്യുന്നു. കാഥോഡിൽ കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനൊരു സംവിധാനമാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ദ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം സിങ്ക് റോഡ് ടു കോപ്പർ. സിങ്ക് ഡിസോൾവ് ചെയ്യുന്നു. സിങ്ക് ഡിസോൾവ്സ് അറ്റ് ആനോഡ് ആൻഡ് കോപ്പർ ഡിപ്പോസിറ്റ്സ് അറ്റ് കാഥോഡ്. ഈ റിയാക്ഷന് ഫലമായി കോപ്പറിനകത്ത് കോപ്പർ റോഡിനകത്ത് കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ സിങ്ക് ഡിസോൾവ് ചെയ്യുന്നു. സിങ്കിന്റെ അളവ് കുറയുന്നു. കാരണം സിങ്കിനകത്ത് ഓക്സിഡേഷൻ നടക്കുന്നു. സിങ്ക് രണ്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് Zn2+ അയോണുകളായിട്ട് മാറുന്നു. ആ ഇലക്ട്രോണുകൾ നേരെ കോപ്പർ സൾഫേറ്റിൽ പാസ് ചെയ്യുന്നു. കോപ്പർ സൾഫേറ്റിലുള്ള Cu2+ അയോണുകൾ ഇലക്ട്രോണുകളെ സ്വീകരിച്ചു കോപ്പർ ആയിട്ട് കോപ്പർ റോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഹിയർ ദ കറണ്ട് ഫ്ലോസ് ഫ്രം കോപ്പർ റോഡ് ടു സിങ്ക് റോഡ്. കോപ്പർ റോഡിൽ നിന്ന് സിങ്ക് റോഡിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് തിരിച്ചാണ്. സിങ്ക് റോഡ് ടു കോപ്പർ ആണ്. ഇലക്ട്രോൺ ഫ്ലോയുടെ തൊട്ട് വിപരീതമായ ദിശയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഓർക്കുക. പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാം. ഒരു ഡാനിയൽ സെല്ലിൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഇലക്ട്രോൺ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു? ഇലക്ട്രോൺ ഫ്ലോ ഫ്രം സിങ്ക് റോഡ് ടു കോപ്പർ റോഡ്. എന്നാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് തിരിച്ചാണ്. കോപ്പർ റോഡ് ടു സിങ്ക് റോഡാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഒരു ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. ഒരു ഡാനിയൽ സെല്ലിനെ കുറിച്ച് പറഞ്ഞു, രണ്ട് ഹാഫ് സെൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്സിഡേഷൻ ഹാഫ് സെൽ, റിഡക്ഷൻ ഹാഫ് സെൽ. ഓക്സിഡേഷൻ നടക്കുന്ന ഹാഫ് സെല്ലാണ് ഓക്സിഡേഷൻ ഹാഫ് സെൽ. റിഡക്ഷൻ നടക്കുന്ന ഹാഫ് സെല്ലാണ് റിഡക്ഷൻ ഹാഫ് സെൽ. ഓക്സിഡേഷൻ ഹാഫ് സെൽ നോക്കുക. Zn സോളിഡ് ഗിവ്സ് Zn2+ 2 ഇലക്ട്രോൺ. സിങ്കിൽ ഞാൻ പറഞ്ഞു ഓക്സിഡേഷൻ നടക്കുന്നു. സിങ്ക് രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ മാറുന്നു. അതാണ് ഓക്സിഡേഷൻ നടക്കുന്നു. റിഡക്ഷൻ നോക്കുക. Cu2+ 2 ഇലക്ട്രോൺ ഗിവിംഗ് CuSO4ലെ Cu2+ അയണുകൾ സിങ്ക് വിട്ടുകൊടുക്കുന്ന രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു, കോപ്പർ ആയിട്ട് മാറുന്നു. അതാണ് റിഡക്ഷൻ ഹാഫ് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ. നെറ്റ് റിയാക്ഷൻ നോക്കുക. Zn plus Cu2+ gives Zn2+ Cu. അവിടെ ആ രണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നു. അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെൽ റിയാക്ഷൻ കിട്ടുന്നത്. ഇനി നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ നോക്കുക. സെൽ റെപ്രസെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് സെൽ എഴുതുന്നു, പിന്നീട് റിഡക്ഷൻ ഹാഫ് സെൽ എഴുതുന്നു. ഓക്സിഡേഷൻ ഹാഫ് സെൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് എഴുതുന്നു. എന്നാൽ റിഡക്ഷൻ ഹാഫ് സെൽ എഴുതുമ്പോൾ നമ്മൾ ആദ്യം
അവിടുത്തെ ഇലക്ട്രോലൈറ്റ് എഴുതുന്നു, പിന്നീട് ഇലക്ട്രോഡ് എഴുതുന്നു. ആ ഒരു രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷനും അതുപോലെ തന്നെ സെൽ റിയാക്ഷനും പൊതുപരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു ഡാനിയൽ സെല്ലിന്റെ ഓക്സിഡേഷൻ ഹാഫ് സെൽ നോക്കുക, Zn ഗിവിംഗ് Zn2 പ്ലസ് 2 ഇലക്ട്രോൺസ്. റിഡക്ഷൻ ഹാഫ് സെൽ നോക്കുക, Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിംഗ് Cu. സെൽ റിയാക്ഷൻ നോക്കുക, സെൽ റിയാക്ഷൻ എന്ന് ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്നു. ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലെ റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് സെല്ലിലെ റിയാക്ഷനും തമ്മിൽ സം ചെയ്യുമ്പോഴാണ് നമുക്ക് സെൽ റിയാക്ഷൻ കിട്ടുന്നത്. സെൽ റിയാക്ഷൻ നോക്കുക, Zn സോളിഡ് പ്ലസ് Cu2 പ്ലസ് അക്വസ് ഗിവിംഗ് Zn2 പ്ലസ് അക്വസ് പ്ലസ് Cu സോളിഡ്. അവിടെ ആ രണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്തു പോയി. അങ്ങനെ ഡാനിയൽ സെല്ലിനെ കുറിച്ച് നമുക്കറിയാം, രണ്ട് ഹാഫ് സെൽ ആണെന്ന് പറഞ്ഞു. ഒന്ന് ഓക്സിഡേഷൻ ഹാഫ് സെൽ, രണ്ട് റിഡക്ഷൻ ഹാഫ് സെൽ. ഇത് തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു, സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ് ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിലെ രണ്ട് ഹാഫ് സെല്ല് തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു ഡാനിയൽ സെല്ലിന്റെ ഓക്സിഡേഷൻ ഹാഫ് സെൽ മനസ്സിലാക്കുക, സിങ്ക് സോളിഡ് ഗിവിംഗ് Zinc2 പ്ലസ് 2 ഇലക്ട്രോൺ. സിങ്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, ഇലക്ട്രോണുകളെ ലിബറേറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രോണുകളെ Cu2 പ്ലസ് അയോണുകൾ സ്വീകരിക്കുന്നു, Cu ആയിട്ട് കോപ്പർ ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഒരു ഡാനിയൽ സെല്ലിന്റെ വർക്കിംഗ് സംബന്ധിച്ചോളം സിങ്കിനകത്ത് നാശം സംഭവിക്കുന്നു, ലോഹനാശം സംഭവിക്കുന്നു, സിങ്ക് ഡിസോൾവ് ചെയ്തു പോകുന്നു, കോപ്പർ റോഡിൽ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. സെൽ റിയാക്ഷൻ നോക്കുക, Zn സോളിഡ് പ്ലസ് Cu2 പ്ലസ് ഗിവിംഗ് Zn2 പ്ലസ് Cu. ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലെ റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് സെല്ലിലെ റിയാക്ഷനും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, സം ചെയ്യുമ്പോഴാണ് നമുക്ക് സെൽ റിയാക്ഷൻ കിട്ടുന്നത്. പലപ്പോഴും സെൽ റിയാക്ഷൻ ചോദിക്കും. ഈ ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലെ ഇക്വേഷനും റിഡക്ഷൻ ഹാഫ് സെല്ലിലെ ഇക്വേഷനും തമ്മിൽ സം ചെയ്യുമ്പോഴാണ് നമുക്ക് സെൽ റിയാക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ഒരു ഡാനിയൽ സെൽ എന്ന് പറയുന്ന സംവിധാനത്തിൽ രണ്ട് ഹാഫ് സെൽ ഉൾപ്പെടുന്നു. ഹാഫ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ബീക്കർ ആണ്. ഒരു ബീക്കറിനകത്ത് ഒരു ഇലക്ട്രോഡ് ഒരു ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കും. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഹാഫ് സെല്ലും ഇതുപോലെ തന്നെ ഒരു ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ രണ്ട് ഇലക്ട്രോഡുകളെയും ഒരു എക്സ്റ്റേണൽ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ഉപയോഗിക്കുന്നു. അവിടെ നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നു. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം, റൈറ്റ് ദ സെൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ തന്നിരിക്കുന്നു, അതിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതുക. ആദ്യം നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് സെൽ നോക്കുക, Cr ഗിവിംഗ് Cr3 പ്ലസ് 3 ഇലക്ട്രോൺ. ഓക്സിഡേഷൻ മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. Cr3 പ്ലസ് 3 ഇലക്ട്രോണുകളായിട്ട് മാറുന്നു. റിഡക്ഷൻ ഹാഫ് സെൽ നോക്കുക, Cd2 പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിംഗ് Cd. അങ്ങനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എഴുതി, റിഡക്ഷൻ ഹാഫ് സെൽ എഴുതി. ഇനി അതിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതുക. ഞാൻ ആദ്യം പറഞ്ഞു, സെൽ റെപ്രസെന്റേഷൻ എപ്പോഴും ആദ്യം ആനോഡ് ആണ് എഴുതുന്നത്. ആനോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഇലക്ട്രോഡ് എഴുതുന്നു, പിന്നീട് ഇലക്ട്രോലൈറ്റ് എഴുതുന്നു. എന്നാൽ കാഥോഡ് എഴുതുമ്പോൾ തിരിച്ചാണ്. അവിടെ ആദ്യം ഇലക്ട്രോലൈറ്റ് എഴുതുന്നു, പിന്നീടാണ് ഇലക്ട്രോഡ് എഴുതുന്നത്. അങ്ങനെ Cr3 പ്ലസ് 2 ബാർ Cd2 പ്ലസ് ബാർ Cd. അവിടെ ആ 2 ബാർ എന്ന് പറയുന്നത് അവിടുത്തെ സോൾട്ട് ബ്രിഡ്ജിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആദ്യം ആനോഡ് ഹാഫ് സെൽ എഴുതുന്നു, പിന്നീട് കാഥോഡ് ഹാഫ് സെൽ എഴുതുന്നു. അങ്ങനെയാണ് ഒരു സെല്ലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സെൽ റെപ്രസെന്റേഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം, ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാം. ഇവിടെ സെൽ റെപ്രസെന്റേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആനോഡ് എഴുതുന്നു, പിന്നീട് കാഥോഡ് എഴുതുന്നു. ആനോഡ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇലക്ട്രോഡ് എഴുതുന്നു, പിന്നീട് ഇലക്ട്രോലൈറ്റ്. കാഥോഡ് എഴുതുമ്പോൾ തിരിച്ചാണ്, ആദ്യം ഇലക്ട്രോലൈറ്റ് എഴുതുന്നു, പിന്നീടാണ് ഇലക്ട്രോഡ് എഴുതുന്നത്. നമ്മുടെ ഒരു ഉദാഹരണം നോക്കിയാൽ Zn ബാർ Zn2 പ്ലസ് ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu. അവിടെ Zn എന്ന് പറയുന്നത് ഇലക്ട്രോഡ്, Zn2 പ്ലസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിൽ സൂചിപ്പിക്കുന്നു. പിന്നീട് Cu2 പ്ലസ് ഇലക്ട്രോലൈറ്റ്, പിന്നീട് Cus ഇലക്ട്രോഡിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷനും
റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ തമ്മിൽ സം ചെയ്യുമ്പോഴാണ് നമുക്ക് സെൽ റിയാക്ഷൻ കിട്ടുന്നത്. അങ്ങനെ സെൽ റിയാക്ഷൻ എഴുതാൻ അറിയണം, അതുപോലെ തന്നെ ഒരു സെല്ലിന്റെ റെപ്രസെന്റേഷനും അറിയണം. ഇത് രണ്ട് രൂപത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്കറിയാം ഒരു സെല്ലിൽ രണ്ട് ഹാഫ് സെൽ ഉണ്ടെന്ന് അറിയാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. റൈറ്റ് ദ ഹാഫ് സെൽ റിയാക്ഷൻ ആൻഡ് ഓവറോൾ സെൽ റിയാക്ഷൻ ഫോർ ദ ഫോളോയിങ്. നമ്മുടെ പറഞ്ഞേക്കുന്ന ഹാഫ് സെൽ റിയാക്ഷനും ഓവറോൾ സെൽ റിയാക്ഷനും എഴുതുക. SN ബാർ SN2 പ്ലസ് ഡബിൾ ബാർ H പ്ലസ് പ്ലസ് H2 പ്ലസ് PT. ഒരു പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഡ് ഇവിടെ യൂസ് ചെയ്തു. കാരണം ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു വാതകമാണ്. ആ ഒരു വാതകത്തിനെ നമുക്ക് ഇലക്ട്രോഡായിട്ട് പരിഗണിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ പ്ലാറ്റിനം എഴുതും. ഓക്സിഡേഷൻ ഹാഫ് സെൽ നോക്കുക. SN ഗിവിംഗ് SN2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ. റിഡക്ഷൻ ഹാഫ് സെൽ നോക്കുക. 2H പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിംഗ് H2. ഓക്സിഡേഷൻ ഹാഫ് സെൽ എഴുതി, റിഡക്ഷൻ ഹാഫ് സെൽ എഴുതി. അത് രണ്ടും കൂടെ സം ചെയ്യൂ. അവിടെ ഞാൻ ഒരു റൗണ്ടിനകത്ത് 2 ഇലക്ട്രോൺ എന്ന് എഴുതി കാണിക്കുന്നു. ആ 2 ഇലക്ട്രോൺസ് തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ ഇതാണ്. SN സോളിഡ് പ്ലസ് 2H പ്ലസ് ഗിവിംഗ് SN2 പ്ലസ് പ്ലസ് H2. ഇതാണ് ഓവറോൾ സെൽ റിയാക്ഷൻ. ആദ്യം നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് സെൽ നോക്കുക. എന്നിട്ട് ഓക്സിഡേഷൻ ഹാഫ് സെൽ ആ റിയാക്ഷൻ എഴുതുന്നു. പിന്നീട് റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതുന്നു. ഇതിനെ തമ്മിൽ സം ചെയ്താണ് നമുക്ക് ആ ഒരു സെൽ റിയാക്ഷനിലോട്ട് എത്തുന്നത്. നമ്മുടെ ഇക്വേഷൻ നോക്കി അറിയാം. അവിടെ ഒരു സെല്ലിന്റെ റെപ്രസെന്റേഷൻ തന്നിട്ട് സെൽ റിയാക്ഷൻ എഴുതാനാണ് ചോദിച്ചത്. സെല്ലിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ആ ഒരു നടുക്കുള്ള ആ 2 ബാർ എന്ന് പറയുന്നത് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംവിധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം ഓക്സിഡേഷൻ ഹാഫ് സെൽ വരുന്നു, പിന്നീട് റിഡക്ഷൻ ഹാഫ് സെൽ വരുന്നു. ആ ഓക്സിഡേഷൻ ഹാഫ് സെൽ ഉപയോഗിച്ച് നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതുന്നു. റിഡക്ഷൻ ഹാഫ് സെൽ ഉപയോഗിച്ച് നമ്മൾ റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതുന്നു. അതിനെ തമ്മിൽ സം ചെയ്യുമ്പോൾ നമുക്ക് സെൽ റിയാക്ഷൻ കിട്ടുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ട ഈ 2 രൂപത്തിലുള്ള ചോദ്യങ്ങളും നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പൊതുപരീക്ഷാ ചോദ്യമായിട്ട് വരാം. സെൽ റിയാക്ഷൻ ഇവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു. സെൽ റിയാക്ഷൻ നമ്മൾ കണ്ടെത്തി, ഓക്സിഡേഷൻ ഹാഫ് സെൽ എഴുതി, റിഡക്ഷൻ ഹാഫ് സെൽ എഴുതി, സം ചെയ്തു, സെൽ റിയാക്ഷൻ നമ്മൾ അങ്ങനെ കണ്ടെത്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.